ആമേൻ. സ്തോത്രം. നമ്മുടെ ചിന്തകളെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിക്കാം. ആമേൻ. 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 18-19 വാക്യം. ആമേൻ. 1 പീറ്റർ ആമേൻ. സ്തോത്രം. ചാപ്റ്റർ 1 വേഴ്സസ് 18 and 19. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ വചനം ഒരു പ്രാവശ്യം കൂടി ആമേൻ സ്തോത്രം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ. നമ്മളെ ആമേൻ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള ആമേൻ നമ്മുടെ ആമേൻ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് എന്തുകൊണ്ടാണ്? ആമേൻ സ്തോത്രം. വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ആമേൻ സ്തോത്രം ഈ ലോകത്തിലെ എന്തെങ്കിലും സമ്പത്ത് കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ വിശുദ്ധ വേദപുസ്തകം ഇന്ന് രാത്രികാലം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നമ്മളെ വീണ്ടെടുത്തത് ആമേൻ വിലമതിക്കുവാൻ കഴിയാത്ത, ഈ ലോകത്തിൽ ഒന്നിനും വിലമതിക്കുവാൻ കഴിയാത്ത ആമേൻ നിർദോഷവും നിഷ്കളങ്കവുമായ ആമേൻ കുഞ്ഞാടിൻ്റെ ആമേൻ സ്തോത്രം വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഈ ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം അനേകം സമ്പത്ത് ആമേൻ ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രികാലം അതിനൊന്നിനും ഹല്ലേലൂയ സ്തോത്രം എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രികാലം നമ്മളെ വീണ്ടെടുത്തത് ആമേൻ സ്തോത്രം യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തമാ. ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം ആമേൻ. വിശുദ്ധ വേദപുസ്തകം ഇന്ന് രാത്രി നമ്മളോട് ഇങ്ങനെ പറയുന്നു, നമ്മളെ വീണ്ടെടുത്ത ആമേൻ സ്തോത്രം കുഞ്ഞാടിൻ്റെ പ്രത്യേകത. ആ കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിർദോഷം. ആമേൻ സ്തോത്രം. അവൻ നിർദോഷമുള്ളവനായിരുന്നു. ആമേൻ. അവൻ നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. ഹി വാസ് ബ്ലെയിംലെസ്. ഹല്ലേലൂയ. അവനിൽ പാപമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനിൽ ഹല്ലേലൂയ സ്തോത്രം ഭോഷ്കില്ലായിരുന്നു. സ്തോത്രം. അവനിൽ ഒന്നും ആമേൻ സ്തോത്രം ഒരു തെറ്റുമില്ലായിരുന്നു. എന്നിട്ടും ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുക്കുവാൻ ആമേൻ അവൻ തൻ്റെ അവസാനത്തുള്ളി ചോരയും നമുക്ക് വേണ്ടി ഒഴുക്കി. ഇന്ന് രാത്രി അതുകൊണ്ട് ആമേൻ പത്രോസ് ദൈവസഭയോട് വിളിച്ചു പറയുക, നാം മറന്നു പോകരുത്, നമ്മളെ വീണ്ടെടുത്തത് പൊന്നുകൊണ്ടല്ല, ആമേൻ വെള്ളി കൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തത് ആമേൻ സ്തോത്രം യേശു കർത്താവിൻ്റെ ആമേൻ നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവമക്കളെ ആമേൻ ആ കുഞ്ഞാടിനെ പറ്റി ആമേൻ സ്തോത്രം ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആമേൻ യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ, യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്തെന്ന് ഇന്ന് രാത്രികാലം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. ആദ്യമായി സ്തോത്രം നാം പറഞ്ഞു കേട്ടുവല്ലോ, നാം വചനത്തിലൂടെ വായിച്ചു കേട്ടു. ആമേൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്. ആമേൻ സ്തോത്രം. ഒരു പക്ഷേ ആമേൻ രക്ഷിക്കപ്പെട്ട നമ്മളെ നോക്കിയിട്ട് ലോക മനുഷ്യർ ഇങ്ങനെ പറയുമായിരിക്കും, ആ കുഞ്ഞാട് വരുന്നുണ്ട് ഇല്ലേ? ആമേൻ സ്തോത്രം ഇല്ലേ? ആമേൻ അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ കളിയാക്കി പറയുന്നത് എന്താ പറയുന്നത്? ആ കുഞ്ഞാട് വരുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം അവരും ആമേൻ സ്തോത്രം യേശുവിനെ അറിയാത്തവരും ആമേൻ സ്തോത്രം ദൈവമക്കളാകുന്ന നമ്മളെല്ലാവരും ഈ കുഞ്ഞാടിനെ ഒന്ന് അടുത്തറിയുന്നത് ആമേൻ വളരെ നല്ലതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചാൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറയും. ആരായിരുന്നു യോഹന്നാൻ സ്നാപകൻ? യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാ. അവൻ തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആമേൻ യോർദാനിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ഞാൻ വഴി ഒരുക്കുവാൻ വന്നവനാ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് ആമേൻ സ്തോത്രം അഴിപ്പാൻ കുനിഞ്ഞഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആമേൻ ഹല്ലേലൂയ. അവന് വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എന്നിട്ട് താൻ മാനസാന്തരത്തിൻ്റെ പ്രസംഗം വിളിച്ചു പറഞ്ഞു. തൻ്റെ ആമേൻ സ്തോത്രം പ്രസംഗം കേട്ട ആമേൻ യഹൂദന്മാർ ആമേൻ സ്തോത്രം അവൻ്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെടുവാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ യോഹന്നാൻ നോക്കുമ്പോൾ ഒരുവൻ നടന്നു വരികയാ. ഹല്ലേലൂയ സ്തോത്രം. ഒരുവൻ ഹല്ലേലൂയ മന്ദം ഹല്ലേലൂയ സ്തോത്രം യോർദാനെ നോക്കി നടന്നു വരികയാ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നിങ്ങൾ അതൊന്ന് ആത്മാവിൽ കണ്ടേ. ഹല്ലേലൂയ. അത് വരുന്നത് അവൻ വരുന്നത് കണ്ട ആമേൻ സ്തോത്രം ആമേൻ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ഹല്ലേലൂയ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം അതിനകത്തൊരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ യഹൂദന്മാരെ സാക്ഷി നിർത്തി ആമേൻ സൗദൂതന്മാരെയും ആമേൻ സ്തോത്രം നക്ഷത്ര മണ്ഡലങ്ങളെയും എല്ലാം സാക്ഷി നിർത്തി യോഹന്നാൻ ഒരു വലിയ പ്രസ്താവന ഇറക്കുകയാ, വിളിച്ചു പറയുകയാ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. ആ ആമേൻ ശബ്ദം യഹൂദന്മാർ കേട്ടപ്പോൾ എന്താ അവർ കേട്ട ശബ്ദം? അവരെന്താ കേട്ടെ? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ ന്യായപ്രമാണം അറിയുന്ന, ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ആമേൻ പഴയ നിയമ ആരാധനയുടെ ചട്ടങ്ങളും ആരാധനയുടെ ക്രമവും നല്ലതുപോലെ
പോലെ അറിയാവുന്ന ആമേൻ യഹൂദന്മാർ ഒരു പക്ഷേ എന്നല്ല, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഉള്ളിലേക്ക് ആമേൻ സ്തോത്രം ഒരു സംഭവം കടന്നുപോയി. ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലേവ്യ പുസ്തകം ആമേൻ സ്തോത്രം 16-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു സംഭവം എന്നാണെന്നറിയാമോ? ആമേൻ പഴയ നിയമ ആലയത്തിന് 3 ആമേൻ സ്തോത്രം 3 സ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ സ്ഥലമാണ് പ്രാകാരം, അത് കഴിഞ്ഞുള്ള സ്ഥലമാണ് വിശുദ്ധ സ്ഥലം, അത് കഴിഞ്ഞുള്ള സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. ആമേൻ സ്തോത്രം. ഒരു ഭക്തനായ മനുഷ്യൻ ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ അവന് കയറി ചെല്ലാവുന്നത് പ്രാകാരം വരെ മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. പുരോഹിതന് പിന്നെ എവിടെ കൂടി കയറി ചെല്ലാം? പ്രാകാരവും ആമേൻ സ്തോത്രം ആമേൻ വിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു വെയിൽ ആമേൻ സ്തോത്രം തിരശീല, ആമേൻ ഒരു തിരശീലയുണ്ട്. ആമേൻ ആ തിരശീല കഴിഞ്ഞാൽ ആമേൻ വിശുദ്ധ സ്ഥലമാ. ആ വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളുണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ആമേൻ സ്തോത്രം. അവിടെയുള്ളത് ഒന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശ, ഒന്ന് അൾത്താർ ഓഫ് ഇൻസെൻസ്, ഹല്ലേലൂയ, ടേബിൾ ഓഫ് ഷോ ബ്രെഡ്, ആമേൻ അൾത്താർ ഓഫ് ഇൻസെൻസ്. അത് കഴിഞ്ഞിട്ട് ആമേൻ ലാംപ് സ്റ്റാൻഡ്, അപ്പോൾ നിലവിളക്കുണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്, ആമേൻ സ്തോത്രം, ആമേൻ ധൂപപീഠമുണ്ട്. ഇത് 3 ആമേൻ വിവരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ഒരു തിരശീല. ആ തിരശീലയ്ക്ക് അപ്പുറമാണ് ആമേൻ കൃപാസനം ഇരിക്കുന്നത്. ആമേൻ കൃപാസനം എന്ന് പറഞ്ഞാൽ ആമേൻ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് ദി കവനന്റ്. ഹല്ലേലൂയ. ആ കൃപാസനത്തിന്റെ മീതെയാണ് ആമേൻ പരിശുദ്ധാത്മാവ്, ആമേൻ ദൈവാത്മാവ് ആമേൻ മേഘം പോലെ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ ആമേൻ അതിപരിശുദ്ധ സ്ഥലത്ത് ഈവൻ മഹാപുരോഹിതന് പോലും ആമേൻ തോന്നുമ്പോൾ കയറി ചെല്ലുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ എപ്പോൾ ചെല്ലാം? ദൈവം ആമേൻ മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, അഹരോന്റെ 2 പുത്രന്മാർ ആമേൻ തോന്നിയ സമയത്ത് തോന്നിയതുപോലെ കയറി വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ മരിച്ചു. ഇനി അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത്, അതും മഹാപുരോഹിതന് മാത്രമേ കയറി വരുവാൻ അവകാശമുള്ളൂ. ഇനി മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ, ആ ഡേ ആമേൻ സ്തോത്രം ഇങ്ങനെ അറിയപ്പെടുന്നു, ഡേ ഓഫ് അറ്റോൺമെന്റ്. ആമേൻ മലയാളത്തിൽ ഇങ്ങനെ പറയും, മഹാപാപ പരിഹാര ദിനം. ഹല്ലേലൂയ സ്തോത്രം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആമേൻ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ അവൻ അതിശ്രദ്ധയോടെ ആമേൻ ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ അതിനെ യോം കിപ്പൂർ എന്ന് അറിയപ്പെടുന്നത്. ആമേൻ സ്തോത്രം. യോം കിപ്പൂരിൽ നമുക്കറിയാം ഇസ്രായേൽ നിശ്ചലമാകും. ഹല്ലേലൂയ സ്തോത്രം. അവർ അറിയാം അതിൻ്റെ പ്രത്യേകത. കാരണം എന്നാണെന്നറിയാമോ? ആ ഒരു വർഷം മുഴുവൻ ചെയ്ത പാപവും മോചിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെല്ലണം. അവിടെ മഹാപുരോഹിതൻ ആ ആണ്ടിൽ ഇസ്രായേൽ ജനം ചെയ്ത സകല പാപങ്ങൾക്കും വേണ്ടി പരിഹാരം ചെയ്യുവാൻ പോവുകയാണ്. അന്ന് എന്താ പ്രത്യേകത? ആമേൻ പറഞ്ഞു, ആമേൻ മോശയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, അന്ന് മഹാപുരോഹിതൻ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി വരാവൂ. അന്ന് മാത്രമേ കയറി വരുവാൻ അനുവാദമുള്ളൂ. അന്ന് കയറി വരുമ്പോൾ എങ്ങനെ വരണോ? അവൻ തൊൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പാപത്തിന് വേണ്ടി ഒരു കാളക്കുട്ടിയെ അവൻ അറക്കണം. അവൻ അതിൻ്റെ രക്തവുമായിട്ട് വേണം കയറി വരാൻ. ഇനി അവൻ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി 2 കോലാട്ടുകോറ്റന്മാരെ അവൻ സ്വത്രം ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. 2 കോലാട്ടുകോറ്റന്മാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചീട്ടിടണം. ഒന്നിൻ്റെ മേൽ ഇങ്ങനെ എഴുതണം, യഹോവയ്ക്കുള്ളതെന്നും 2 അസസ്സേലിനുള്ളതെന്നും എന്ന് ചീട്ടിടണം. എന്നിട്ട് യഹോവയ്ക്കുള്ളതെന്ന് ചീട്ട് വീഴുന്ന കോലാട്ടുകോറ്റനെ അറുത്ത് അതിൻ്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ എവിടേക്ക് കയറണം? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറണം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ആമേൻ മഹാപുരോഹിതൻ നിൽക്കുന്നത് എവിടെയാ? കൃപാസനത്തിൻ്റെ ആമേൻ മുമ്പിൽ. എന്നിട്ട് പറയുകയാണ്, ആമേൻ സ്തോത്രം, ആമേൻ തൻ്റെ വിരൽ ആമേൻ സ്തോത്രം രക്തത്തിൽ മുക്കി ആമേൻ 7 പ്രാവശ്യം ആമേൻ സ്തോത്രം കൃപാസനത്തിൻ്റെ മീതെ തളിക്കണം. എത്ര പ്രാവശ്യമാ? 7 പ്രാവശ്യം കൃപാസനത്തിൻ്റെ മീതെ തളിക്കണം. അപ്പോൾ യോഹന്നാൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ആമേൻ യഹൂദന്മാരെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കണ്ടത് അതാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്താ കണ്ടത്? ആമേൻ സ്തോത്രം. ആണ്ടിലൊരിക്കൽ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ മഹാപുരോഹിതൻ ആമേൻ കയറിപ്പോകുന്ന ആമേൻ സ്തോത്രം രക്തവുമായി കയറിപ്പോകുന്ന കുഞ്ഞാട് ഇവനാണോ? അവർക്കന്ന് അത് മനസ്സിലായില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആമേൻ ഞാൻ അവിടെ നിന്ന് മാറുന്നു. ആമേൻ സ്തോത്രം. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം, കോലാട്ടുകോറ്റൻ്റെ രക്തവുമായി മഹാപുരോഹിതൻ കൃപാസനത്തിന് മുമ്പിൽ ചെന്നിട്ട് ആമേൻ സ്തോത്രം അവൻ 7 പ്രാവശ്യം ആമേൻ തൻ്റെ വിരൽ മുക്കി ആമേൻ അതിന്മേൽ ആമേൻ കൃപാസനത്തിൻ്റെ മേൽ തളിക്കുകയാ. ആമേൻ എന്തിനു വേണ്ടിയാ തളിക്കുന്നതെന്നറിയാവോ? ആ കഴിഞ്ഞ 1 വർഷക്കാലം ഇസ്രായേൽ ജനം ചെയ്ത സകല അപരാധങ്ങൾക്കോ ആമേൻ സകല അതിക്രമങ്ങൾക്കോ ആമേൻ ഒരു മോചനം ഉണ്ടാകേണ്ടുന്നതിന് അവർ ശ്രദ്ധയോടെ ആമേൻ സ്തോത്രം മഹാപുരോഹിതന് ഭയത്തോടെ അവിടെ നിൽക്കുന്നത്. കാരണം ആമേൻ തൻ്റെ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ പോലും താനും അവിടെ മരിച്ചു വീഴും. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ഭക്തിയോടെ ആദ്യം തൻ്റെ പാപത്തിന് വേണ്ടി കാളക്കുട്ടി അറുത്തിട്ട് ആമേൻ യഹോവയ്ക്കെന്ന് ചീട്ട് വീണ കുഞ്ഞാടിൻ്റെ രക്തവുമായി കയറി ആമേൻ 7
7 പ്രാവശ്യം ആമേൻ മഹാപുരോഹിതൻ ആമേൻ കൃപാസനത്തിന് മീതെ ആ രക്തം തളിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമത്തിൽ നിഴലായി നിന്നത് പുതിയ നിയമത്തിൽ പൊരുളായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും വെറുതെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം രക്തം തളിച്ചാൽ പോരായിരുന്നോ? ഒരു പ്രാവശ്യം രക്തം തളിച്ചാൽ പോരായിരുന്നോ? എന്തിനാ 7 പ്രാവശ്യം പുരോഹിതൻ ആമേൻ രക്തം തളിച്ചത്? ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ ആമേൻ സ്തോത്രം എനിക്കൊരു കാര്യം മനസ്സിലായി. യേശു കർത്താവിൻ്റെ രക്തം ഒന്നല്ല, ഹല്ലേലൂയ, 7 തരത്തിലുള്ള വിടുതലുകൾ ആമേൻ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ നമ്മുടെ ചിന്തകൾ ആമേൻ മഹാപുരോഹിതൻ ആമേൻ ആദ്യമായിട്ട് ആമേൻ യേശു ആമേൻ ആ രക്തമെടുത്ത് ഒന്നാമത് തളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമുക്കറിയാം ആമേൻ ആ കുഞ്ഞാട് മറ്റാരുമല്ല, ആമേൻ ആ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു ആമേൻ പഴയ നിയമത്തിൽ ദൈവം കാണിച്ചു കൊടുത്തതല്ല ആമേൻ സ്വർഗ്ഗത്തിലുള്ളതിൻ്റെ മാതൃകയായിരുന്നു. ഹല്ലേലൂയ, വെറുതെ ഒന്നുമല്ല. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ആമേൻ കൈപ്പണിയായ ആമേൻ ഒരു കൂടാരത്തിലേക്കല്ല യേശു കയറിയത്, പിന്നെയോ സ്വർഗീയമായ വലിയ കൂടാരത്തിലേക്ക് ആമേൻ സാക്ഷാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ അവന്റെ പരിശുദ്ധ രക്തവുമായി കയറി. ഇന്ന് രാത്രി കാലവും വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നാം വന്നിരിക്കുന്നത് എവിടേക്കാ? ഹല്ലേലൂയ സ്തോത്രം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആമേൻ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കാ ഇന്ന് രാത്രി കാലം ഞാനും നീയും കടന്നു വന്നിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ശ്രേഷ്ഠ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പിന്നെയോ ആമേൻ സ്തോത്രം അതിപരിശുദ്ധ സ്ഥലം ആമേൻ ഹല്ലേലൂയ അവിടെ ഇന്ന് രാത്രി കാലം നമ്മൾ ആയിരിക്കുന്നത് ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാ. ഇന്ന് രാത്രി കാലം ആ രക്തം നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ ആമേൻ ജീവനോടെ നിലനിൽക്കുന്നത്. എത്ര പേര് അതിന് ആമേൻ പറയോ? അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമതായിട്ട് ആമേൻ സ്തോത്രം ആമേൻ കുഞ്ഞാടിന്റെ രക്തം എടുത്ത് മഹാപുരോഹിതൻ ഒന്നാമത് തളിക്കുമ്പോൾ ആമേൻ യേശു കർത്താവിന്റെ രക്തം എന്ത് ചെയ്യുന്നു? ഒന്നാമതായിട്ട് യേശു കർത്താവിൻ്റെ രക്തം ആമേൻ പാപങ്ങളെ മോചിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ സ്തോത്രം. എഫേസ്യ ലേഖനം ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇൻ ഹിം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ് ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിൻ്റെ രക്തം ആദ്യമായി ആമേൻ പുരോഹിതൻ ഒന്നാമതായിട്ട് തളിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് പാപങ്ങളെ മോചിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് രാത്രികാലം ആരുടെ പാപങ്ങളെയാ ആമേൻ സ്തോത്രം യേശുവിൻ്റെ രക്തം മോചിക്കുന്നത്? ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ആമേൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന ആമേൻ മനുഷ്യനോട് ഇന്ന് രാത്രികാലം എനിക്ക് ചോദിക്കുവാനുള്ളൊരു കാര്യം, ആമേൻ സ്തോത്രം, നീ പാപിയാണോ എന്നൊരു വ്യക്തിയോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ സുവിശേഷം പറയുവാൻ ചെല്ലുന്ന ഒരു വ്യക്തിയോട് നീ പാപിയാണ്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് നാം പറയുമ്പോൾ ഒരു പക്ഷേ അവൻ പറയും, ഞാൻ പാപിയല്ല. കാരണം എന്താ? ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ആമേൻ ദാനധർമ്മങ്ങളൊക്കെ കൊടുത്ത് ജീവിക്കുന്നുണ്ട്, ഞാൻ പാപിയല്ല എന്ന് പലരും പറഞ്ഞൊഴിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഹല്ലേലൂയ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പറയും, വേദപുസ്തകം പറയുന്നു ആമേൻ സ്തോത്രം ആമേൻ പാപത്തിൽ ആമേൻ അമ്മ നിന്നെ ഗർഭം ധരിച്ചു, അപ്പോൾ എല്ലാം പാപികളായിട്ടാണ് ജനിച്ചതെന്ന് കൂടി നമ്മൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കും. പക്ഷേ പലപ്പോഴും ലോകമനുഷ്യർ ആമേൻ പണ്ടത്തെ ലോകമനുഷ്യരല്ല, ഇപ്പോൾ ഇച്ചിരി ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ പലപ്പോഴും അത് അംഗീകരിക്കാറില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആമേൻ സ്തോത്രം വേദപുസ്തകം ഒരിക്കലും കള്ളം പറയത്തില്ല. വേദപുസ്തകം പറയുന്നു ഇങ്ങനെ, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആരാ പാപം? ആമേൻ സ്തോത്രം. നീ പാപിയാണോ? പാപിയാണെങ്കിൽ എന്താ പാപം? ഹല്ലേലൂയ സ്തോത്രം. കള്ളു കുടിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ മോഷ്ടിക്കുന്നതോ മാത്രമല്ല പാപം. പിന്നെ എന്താ പാപം? 1 യോഹന്നാന്റെ ലേഖനം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ യോഹന്നാൻ വിളിച്ചു പറയുന്നു, പാപം അധർമ്മം തന്നെ. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ ധർമ്മത്തെ ലംഘിക്കുക അല്ലെങ്കിൽ നിയമത്തെ ലംഘിക്കുക. ഇച്ചിരി കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പാപം അനുസരണക്കേടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു നിയമത്തെ ആമേൻ സ്തോത്രം നമ്മൾ ലംഘിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പറയും, ഓ ആ നിയമം എനിക്ക് അനുസരിക്കാൻ വലിയ മനസ്സില്ല, അല്ലേ? ആമേൻ സ്തോത്രം. അതിനെയാണ് ആമേൻ നമ്മുടെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? അനുസരണക്കേടാണ്. അപ്പോൾ പാപം എന്താണ്? അനുസരണക്കേടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ആമേൻ സ്തോത്രം ദൈവമക്കളെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പാപം ആമേൻ സ്തോത്രം അനുസരണക്കേടാ. ആമേൻ സ്തോത്രം. അപ്പോൾ പാപം അനുസരണക്കേടാണെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതൽ
എത്ര പാപം നാം ചെയ്തു കൂട്ടിയിട്ടുണ്ടില്ലേ? ആമേൻ, എത്ര പാപം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ആമേൻ സ്തോത്രം, വേദപുസ്തകം പറയുന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു. ഓർമ്മ വെച്ച നാൾ മുതൽ ആമേൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര 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 ഇല്ലേ, കണക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല. പക്ഷേ നമുക്കറിയത്തില്ലെങ്കിൽ വേദപുസ്തകം പറയുകയാണ് ആമേൻ സ്വർഗത്തിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. ആമേൻ ഫേസ്ബുക്കിൽ നമുക്ക് അക്കൗണ്ട് ഉള്ളതുപോലെ, യൂട്യൂബിൽ അക്കൗണ്ട് ഉള്ളതുപോലെ, ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുപോലെ ആമേൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യർക്കും ദൈവസന്നിധിയിൽ അവരറിയാതെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അതിൻ്റെ 6-ാമത്തെ വാക്യവും, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യവും ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം, അവരുടെ പാപം എൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പകരം ചോദിക്കും. ആമേൻ. അർത്ഥം, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യനോ ഓർമ്മ വെച്ച നാൾ മുതൽ ക്രിസ്ത്യാനിയെന്നോ ആമേൻ സ്തോത്രം മറ്റു വ്യത്യാസമില്ലാതെ നീ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ആമേൻ എന്ന് നിനക്ക് ഓർമ്മ വെച്ചോ? അർത്ഥം, ആമേൻ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ എന്ന് നിനക്ക് ആമേൻ സ്തോത്രം കഴിവ് വന്നോ? ആമേൻ തെറ്റെന്താ ശരി എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ എന്ന് ബോധ്യം വന്നോ? അന്ന് മുതൽ നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സകല തെറ്റുകളും സകല അനുസരണക്കേടുകളും അവിടെ ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആമേൻ സ്തോത്രം, അത് ആണ് പാപം. ആ പാപത്തെ മോചിക്കുവാൻ ആമേൻ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദാനധർമ്മങ്ങൾക്ക് സാധിക്കുകയില്ല. ആമേൻ നേർച്ച കാഴ്ചകൾ കൊണ്ട് പാപങ്ങൾ മായ്ക്കപ്പെടുന്നില്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആർക്കെങ്കിലും ആമേൻ പുണ്യം ചെയ്തതുകൊണ്ട് പാപം മായ്ക്കപ്പെടുന്നില്ല. ആമേൻ സ്തോത്രം. സ്വർഗത്തിൽ ആമേൻ എഴുതപ്പെട്ടിരിക്കുന്ന പാപം മായ്ക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം അതിപരിശുദ്ധമായി എന്തോ ഒന്ന് വേണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അപ്പോൾ പാപത്തെ മോചിക്കുവാൻ ആമേൻ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു. ആമേൻ സ്തോത്രം, പാപത്തിൻ്റെ ശമ്പളം മരണം. ആമേൻ സ്തോത്രം. ആമേൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ ഇങ്ങനെ പുറപ്പെട്ടു. എന്ത് പറഞ്ഞു ദൈവം? പാപത്തിൻ്റെ ശമ്പളം മരണമാ. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ മരിക്കുമെന്ന വേദപുസ്തകം പറയുന്നത്. എന്താ ഈ മരണം? ഹല്ലേലൂയ. ശ്വാസം നിലച്ച് നമ്മുടെ മണ്ണ് ആമേൻ ശരീരത്തോട് ചേരുന്ന മരണത്തെ പറ്റിയല്ല വേദപുസ്തകം പറയുന്നേ. പിന്നെയോ ആമേൻ വേദപുസ്തകം പറയുന്നു നമ്മുടെ ഉള്ളിൽ ആമേൻ ഒരു യഥാർത്ഥ മനുഷ്യൻ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ആത്മാവാ. ഹല്ലേലൂയ. നമ്മുടെ സോൾ. ആമേൻ നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പുറത്തു വരും. ആത്മാവ് പുറത്തു വന്നിട്ട് ആമേൻ സ്തോത്രം വചനം പറയുന്നു, ദൈവവചനം പറയുന്നു, ആത്മാവ് ആമേൻ സ്തോത്രം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ പാപങ്ങളെ മോചിച്ച വ്യക്തിയാണ് ജീവനോട് ഇരിക്കുമ്പോൾ നീ നിന്റെ പാപങ്ങളെ മോചിച്ച ആമേൻ സ്തോത്രം ആമേൻ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകൂ. അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് എങ്ങോട്ട് പോകൂ? നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് വേദപുസ്തകം പറയുന്നു. അവിടെ എന്തുണ്ട്? ആമേൻ അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നുമില്ല. അതായത് നിത്യമായി ആ ആത്മാവ് ആമേൻ നരകത്തിൽ കിടന്ന് മരിക്കുമെന്ന വേദപുസ്തകം ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്. പക്ഷേ ഒരു സദ്വർത്തമാനമുണ്ട്. ആമേൻ ദൈവം തൻ്റെ സ്വരൂപത്തിലോ ദൈവം തൻ്റെ സ്വാദൃശ്യത്തിലോ മനുഷ്യനെ സൃഷ്ടിച്ചത് ആമേൻ നിത്യ നരകത്തിൽ തള്ളിക്കളഞ്ഞ് കൊന്നുകളയുവാനല്ല. ഹല്ലേലൂയ. പിന്നെയോ നിത്യകാലം യേശുവിനോട് കൂടെ ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ ജീവിക്കുവാനാ. ആമേൻ അവൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരെയും ദൈവം ആമേൻ ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. വചനം പറയുന്നു ആമേൻ ദൈവം സ്നേഹമാകുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നരകത്തിലേക്ക് തള്ളിവിട്ടിട്ട് ആമേൻ അവിടെ നിന്ന് ചിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ സ്തോത്രം. അവൻ്റെ ഇഷ്ടമോ ആമേൻ സ്തോത്രം നാം മടങ്ങി വരണമെന്നുള്ളത് അത്രേ. അപ്പോൾ ആമേൻ സ്തോത്രം അവൻ്റെ ഇഷ്ടം ആമേൻ സ്തോത്രം നമ്മൾ മരിക്കണം എന്നുള്ളതല്ല. അവൻ്റെ ഇഷ്ടം നമ്മൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണോ? നിത്യകാലം യേശുവിനോട് കൂടെ ആമേൻ നാം ജീവിക്കണമെന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ വചനം പറഞ്ഞു പാപത്തിൻ്റെ ശമ്പളം മരണമാ. അപ്പോൾ അനുസരണക്കേട് കാണിച്ച് ആമേൻ ദൈവത്തിൽ നിന്ന് അകന്ന് ആമേൻ പാപിയായി നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കോ? വചനം പറഞ്ഞുവല്ലോ, ദൈവം പറഞ്ഞുവല്ലോ പാപത്തിൻ്റെ ശമ്പളം മരണമാ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കൽ ഒരു വചനം പുറപ്പെട്ടാൽ അത് ഊവെന്ന് തന്നെയാ. ആമേൻ നാളെ ദൈവത്തിന് അത് മാറ്റി പറയുവാൻ സാധിക്കത്തില്ല. മനുഷ്യർക്ക് ഇന്നിങ്ങനെയെന്നും നാളെ സാഹചര്യം മാറുമ്പോൾ അയ്യോ ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഇന്ന് വാക്ക് മാറ്റി പറയുകയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? പക്ഷേ ദൈവത്തിന് ഒരിക്കലും തൻ്റെ വാക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്താ? പാപത്തിൻ്റെ ശമ്പളം മരണം. പക്ഷേ ദൈവത്തിന് നമ്മെ വീണ്ടെടുത്തേ സാധിക്കുകയുള്ളൂ, നമ്മളെ രക്ഷിച്ചേ ദൈവത്തിന് മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവം പറഞ്ഞു ആമേൻ സ്തോത്രം, ആ വചനം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഹല്ലേലൂയ എനിക്ക് അവരെ രക്ഷിക്കുവാൻ സാധിക്കും. എങ്ങനെ രക്ഷിക്കുവാൻ സാധിക്കും? വചനം പറയുന്നു ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും ആമേൻ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഇത് ഹല്ലേലൂയ കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യമല്ല. ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞു ആമേൻ രക്തം ചൊരിഞ്ഞിട്ട് 2000 അല്ല അതിനു മുമ്പേ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വിളിച്ചു പറഞ്ഞു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അർത്ഥം ഹല്ലേലൂയ പാപിയായ ഞാൻ ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാ. ദൈവത്തിന് എന്നെ രക്ഷിച്ചേ
രക്ഷയെ മതിയാകൂ. ഹല്ലേലൂയ. പക്ഷേ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവവചനവും അവിടെ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു എന്നെ രക്ഷിക്കാം ഓൺ വൺ കണ്ടീഷൻ. ആമേൻ, രക്തം ചൊരിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് രക്തം ചൊരിഞ്ഞാൽ എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞത്? ആമേൻ, നമുക്കറിയാവുന്നത് പോലെ, കുഞ്ഞുങ്ങൾക്കറിയാം, ആമേൻ, ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. ആമേൻ, വചന സയൻസ് പുസ്തകത്തിലല്ല എഴുതിയിരിക്കുന്നത്, വേദപുസ്തകത്തിൽ പണ്ട് എഴുതി വെച്ചതാണ്. ആമേൻ സ്വോത്രം, ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. നമ്മൾ എടുക്കുന്ന ശ്വാസം നമ്മുടെ ആമേൻ ലങ്സിലേക്ക് ചെന്നിട്ട് ആമേൻ സ്വോത്രം ഓക്സിജൻ എങ്ങോട്ടാണ് പോകുന്നത്? ബ്ലഡിലേക്കല്ലേ? ആമേൻ, ബ്ലഡാണ് ആമേൻ നമ്മുടെ ശരീരത്തിൽ ജീവനെ, ലൈഫിനെ നിലനിർത്തുന്നത്. ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, നാം മരിക്കുവാനിടയായിത്തീരും. അപ്പോൾ ദൈവം പറഞ്ഞു എന്നെ രക്ഷിക്കാം, ആമേൻ, രക്തം ചൊരിഞ്ഞാൽ മതി. അപ്പോൾ ഒരു മൃഗം, ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ രക്തം ചൊരിഞ്ഞ് എന്നെ രക്ഷിക്കുവാൻ ഒരു മൃഗം വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ മൃഗത്തിൻ്റെ രക്തം ചൊരിയണമെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലണമില്ലേ? അതിനെ കൊന്ന് അതിൻ്റെ രക്തം എടുക്കണം. അതിൻ്റെ രക്തം ആമേൻ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അർത്ഥം ആമേൻ സ്തോത്രം, ആ മൃഗം അതിൻ്റെ രക്തം അർപ്പിക്കുമ്പോൾ അതിൻ്റെ ജീവൻ ആമേൻ സ്തോത്രം അത് എനിക്ക് പകരമായി എന്ത് ചെയ്തു? വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ പാപിയായ ഞാൻ മരിക്കണമെന്നുള്ള വചനം നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം എനിക്ക് പകരം ഒരു മൃഗം അതിൻ്റെ ജീവൻ വെച്ചത് കൊണ്ട് ആമേൻ സ്തോത്രം എനിക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ദൈവം പറഞ്ഞു ആമേൻ സ്തോത്രം വചനം നിൽക്കുമ്പോൾ തന്നെ ആമേൻ രക്തം ചൊരിഞ്ഞാൽ വിമോചനമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനത് ആമേൻ മനസ്സിലാക്കുവാൻ പ്രയാസമാണെങ്കിലും ദൈവകൃപ നിന്റെ മേൽ വരുമ്പോൾ, ദൈവകൃപ ഒരു മനുഷ്യൻ്റെ മേൽ വരുമ്പോൾ അവനത് മനസ്സിലാക്കുവാൻ എളുപ്പമായി തീരും. അപ്പോൾ രക്തം ചൊരിഞ്ഞാൽ, ഒരു മൃഗത്തിൻ്റെ രക്തം ചൊരിഞ്ഞാൽ ആമേൻ സ്തോത്രം അത് അതിൻ്റെ ജീവൻ എനിക്ക് പകരം വെക്കുന്നത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം. പക്ഷേ പ്രശ്നം ആമേൻ വചനം വിളിച്ചു പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്തിന് ആമേൻ പാപങ്ങളെ മായ്ക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ സ്തോത്രം. ബുദ്ധിയുള്ള ഞാനാ പാപം ചെയ്തത്. ആമേൻ സ്തോത്രം. മിണ്ടാപ്രാണിയായ മൃഗമല്ല പാപം ചെയ്തത്. അപ്പോൾ ഒരു മൃഗത്തിന് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുവാൻ സാധിക്കുകയില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവന് പകരം ഒരു മനുഷ്യൻ തന്നെ ജീവൻ വെക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കൂ. ഇനി അടുത്ത പ്രശ്നം, എല്ലാവരും പാപം ചെയ്തവരാ, പാപമില്ലാത്ത ഒരുത്തൻ പോലുമില്ല. എല്ലാവരും അനുസരണക്കേട് കാണിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാ. ആമേൻ സ്തോത്രം. അപ്പോൾ എനിക്ക് പകരം എൻ്റെ കൂട്ടുകാരന് നിൽക്കാൻ പറ്റത്തില്ല. എത്ര വലിയ കൂട്ടുകാരനായാലും അവൻ എനിക്ക് വേണ്ടി മരിക്കാമെന്ന് ആമേൻ പറഞ്ഞ് മരിച്ചാലും അത് വില പോവുകയില്ല. കാരണം എന്നാ? അവനും പാപിയാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒരു പാപിക്ക് വേണ്ടി വേറൊരു പാപിക്ക് ആമേൻ സ്തോത്രം നിൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ സ്തോത്രം ആമേൻ ദൈവമായിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആമേൻ സ്തോത്ര വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? എനിക്കും നിനക്കും വേണ്ടി പരിഹാരമാകുവാൻ, എനിക്കും നിനക്കും വേണ്ടി അവൻ്റെ ജീവനെ പകരം വെക്കുവാൻ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ ജീവനെ വെക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ രക്തം ഹല്ലേലൂയ ഒഴുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ സ്തോത്രം. ആമേൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ യെരൂശലേമിൽ ഹല്ലേലൂയ സ്തോത്രം നടന്നവൻ, ആമേൻ പാപം ചെയ്യാത്തവൻ, ആമേൻ 33 തിരുവയസ്സിൽ ആമേൻ പാപികളായ മനുഷ്യരാൽ പിടിക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവനെ രാജാക്കന്മാരും പുരോഹിതന്മാരും മാറി മാറി വിസ്തരിച്ചു. അവനിൽ ഒരു പാപവും കണ്ടില്ല. എങ്കിലും പിതാവായ ദൈവം എൻ്റെയും നിന്റെയും പാപം, ആമേൻ ലോകത്തിന്റെ പാപം ആരുടെ മേൽ ചുമത്തി? യേശുവിന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. എന്നിട്ട് അവനെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആ തീക്കളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം, ഹല്ലേലൂയ, പാപത്തിന്റെ ശിക്ഷയും ആമേൻ ഹല്ലേലൂയ അവൻ അവന്റെ ശരീരത്തിൽ ഏറ്റു. ആമേൻ ശിരസ് മുതൽ ഉള്ളം കാല് വരെ ആമേൻ അവർ അടിച്ചു കീറി. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ രക്തം ആമേൻ വാർന്നൊഴുകുവാൻ തുടങ്ങി. അവസാനം അവർ അവനെ 3 ആണികളിന്മേൽ ക്രൂശിന്മേൽ തൂക്കി. ഹല്ലേലൂയ. അവന്റെ രക്തം അവിടെയും ഒഴുകി. ഹല്ലേലൂയ. അവസാനം വിലാപ്പുറത്ത് ആമേൻ കുന്തവുമായി കുത്തുമ്പോൾ ആമേൻ രക്തം തീർന്നിട്ട് പിന്നെ വെള്ളം ഒഴുകുവാൻ തുടങ്ങി. അവന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിയിട്ട് ആമേൻ വചനം ഇങ്ങനെ പറയുന്നു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ആമേൻ അവൻ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? ആമേൻ മറിയ ആമേൻ ആമേൻ അവനെ കാണുവാൻ വന്നപ്പോൾ ആമേൻ സ്തോത്രം തോട്ടത്തിൽ വെച്ച് യേശു അവളോട് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ കയറിപ്പോയിട്ടില്ല. ആമേൻ സ്തോത്രം. അതിനുശേഷം ആമേൻ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ തൊട്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നെ തൊട്ടോ? ആമേൻ ആദ്യം മറിയോട് പറഞ്ഞു, തുടരുത്, ഞാൻ കയറിപ്പോയിട്ടില്ല. അർത്ഥം ഇതിൻ്റെ ഇടയ്ക്ക് ആമേൻ സ്തോത്രം അവൻ എവിടേക്ക് കയറി? ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ രക്തവുമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി. ആമേൻ പരിശുദ്ധ രക്തം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ രക്തവുമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി. ആമേൻ സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ
അതിപരിശുദ്ധമായ കൃപാസനത്തിന്റെ മുമ്പാകെ ആമേൻ ആ രക്തം അവൻ അർപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഇന്ന് രാത്രികാലം ആമേൻ ലോക മനുഷ്യരോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ആമേൻ സ്തോത്രം, നീ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആമേൻ ഇന്ന് രാത്രികാലം ഈ സുവിശേഷം കേൾക്കുന്ന നീ ആമേൻ നീ ഒരു പാപിയാണെന്നോ, ആമേൻ നിന്റെ പാപത്തിന് പരിഹാരമാകുവാൻ വേണ്ടിയിട്ടാണ് പാപമില്ലാത്ത യേശു ക്രിസ്തു ആമേൻ ദൈവത്തിന്റെ കുഞ്ഞാടായി കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം നീ അത് ഹൃദയത്തിൽ വിശ്വസിച്ച്, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാ, എൻ്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച് ആമേൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രികാലവും നിനക്കും എനിക്കും വേണ്ടി ജീവിക്കുന്ന പരിശുദ്ധ രക്തം ആമേൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കോ. യേശു കർത്താവ് എഴുന്നേൽക്കൂ, ആ പരിശുദ്ധ രക്തം എടുത്ത് ആമേൻ ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, നമ്മുടെ അക്കൗണ്ടിന് നേരെ എഴുതപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ ആമേൻ അവന്റെ രക്തം എടുത്ത് ആ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുവാൻ സാധിക്കും. ആമേൻ ഇടയാക്കും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ മഹാപുരോഹിതൻ ആദ്യമായിട്ട് ആമേൻ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് ആമേൻ കൃപാസനത്തിന് മീതെ തളിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പാപങ്ങളെ മോചിക്കുന്ന രക്തം. ഒന്നാമതായിട്ട് യേശുവിൻ്റെ രക്തം ആമേൻ പാപങ്ങളെ മോചിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മൾ ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ആമേൻ ഇന്ന് രാത്രി ഇതാ സംഭവിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പേരിന് നേരെ എഴുതപ്പെട്ടിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണല്ലോ ആമേൻ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ ആമേൻ സ്തോത്രം എല്ലാവരും ഒരു ദിവസം നിൽക്കൂലേ. അന്ന് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം തുറക്കോ. ആമേൻ സ്തോത്രം. വേറെ ഒരു പുസ്തകം ആമേൻ സ്തോത്രം ഓർമ്മയുടെ പുസ്തകം തുറക്കോ. ആമേൻ സ്തോത്രം. ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ട് തുറന്നിട്ട് അവൻ ചെയ്തതിനനുസരിച്ച് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആമേൻ സ്തോത്രം ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്തതൊക്കെ എവിടെയുണ്ട്? അവിടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം അത് മായ്ക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഒന്നിനെ സാധിക്കുകയുള്ളൂ, അത് മായ്ച്ചു കളയുവാൻ ദാനധർമ്മങ്ങൾക്കോ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നേർച്ച കാഴ്ചകൾക്കോ ആമേൻ നീതി പ്രവർത്തികൾക്കോ ഒന്നും സാധിക്കുകയില്ല. അതിനെ മായ്ക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കൂ. ഇന്ന് രാത്രികാലം അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 2 ആമേൻ സ്തോത്രം മഹാപുരോഹിതൻ രണ്ടാമതായിട്ട് വീണ്ടും തൻ്റെ വിരൽ ആ രക്തത്തിൽ മുക്കി വീണ്ടും കൃപാസനത്തിൻ്റെ മേൽ തളിക്കുക. രണ്ടാമത് തളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എന്ത് ചെയ്യുന്നു? ആമേൻ യേശുവിൻ്റെ രക്തം നമ്മെ കഴുകും. ആമേൻ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും കഴുകുന്ന യേശുവിൻ്റെ രക്തം. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. വീണ്ടും 1 പത്രോസ് 1:2 ഇങ്ങനെ പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വിളിക്കപ്പെട്ട വൃതന്മാർ. അപ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവിനാലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും ആമേൻ സ്തോത്രം അവൻ നമ്മെ കഴുകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ അറിയണം, ആമേൻ സ്തോത്രം നമ്മുടെ പാപങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം യേശുവിൻ്റെ രക്തം ആദ്യം മായ്ച്ചു. പിന്നെ ആമേൻ സ്തോത്രം യേശുവിൻ്റെ രക്തത്തിന് ആമേൻ സ്തോത്രം നിന്നെ ഒന്ന് കഴുകണം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഹൃദയത്തെ ഒന്ന് കഴുകണം, നിന്റെ മനസ്സിനെ ഒന്ന് കഴുകണം. ആമേൻ നിന്റെ ബുദ്ധിമണ്ഡലത്തെ, നിന്റെ ആമേൻ സ്തോത്രം ആമേൻ ഭൗതിക മണ്ഡലമുണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് യേശുവിൻ്റെ രക്തത്തിന് കഴുകണം. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കൊണ്ടു നടന്ന നമ്മുടെ കൂട്ടുകാർ ആമേൻ സ്തോത്രം നമ്മുടെ ഈ സോൾട്ടൈസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. ആമേൻ സ്തോത്രം ഇണയില്ല പിണ കൂടിയ സമയത്ത് നമ്മുടെ കൂടെ വന്ന പലതും ഉണ്ട്. ആമേൻ സ്തോത്രം. പിന്നെ നമ്മൾ കൂട്ടിയ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ആമേൻ സ്തോത്രം നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ സ്നാനപ്പെട്ടെങ്കിലും പലപ്പോഴും ഇതൊന്നും നമ്മളെ വിടാതെ ആമേൻ സ്തോത്രം നമ്മുടെ പുറകെ നടക്കുന്ന അനുഭവങ്ങൾ എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പലപ്പോഴും ഹല്ലേലൂയ പഴയതിലേക്ക് മടങ്ങി ആമേൻ സ്തോത്രം ആമേൻ ഫിസിക്കൽ ബോഡിയിലല്ല ബുദ്ധി കൊണ്ട് പഴയതിലേക്ക് മടങ്ങി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം അന്ന് അങ്ങനെയല്ലായിരുന്നോ, അന്ന് ഇങ്ങനെയല്ലായിരുന്നോ? പലപ്പോഴും നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നിന്റെ ബുദ്ധിയിലേക്ക് നിന്റെ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത് എന്താ? കുഞ്ഞുനാളി ആമേൻ സ്തോത്രം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ മുമ്പിലേക്ക് കയറി വരുന്നത് അല്ലേ? ആമേൻ സ്തോത്രം. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ സ്തോത്രം ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊന്നും ഒരിക്കലും ഓർക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആമേൻ സ്തോത്രം ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുട്ടുമടക്കുമ്പോൾ ഉള്ളിലേക്ക് കയറി വരുന്നതെല്ലാം എന്താണെന്നറിയാമോ? ആമേൻ പണ്ടത്തെ കാര്യങ്ങളാണ് സ്തോത്രം. നമ്മൾ പോലും മറന്നുപോയ കാര്യങ്ങൾ. ആമേൻ സ്തോത്രം. ഇതൊന്നും നമ്മളെ വിടാതെ ഇങ്ങനെ പുറകെ വരികയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പുറകെ വന്നിട്ട് നമ്മളെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയണോ? ആമേൻ സ്തോത്രം യേശുവിൻ്റെ രക്തം
നമ്മളെ കഴുകും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ? ആമേൻ സ്തോത്രം. യേശുവിൻ്റെ രക്തം കഴുകോ. വിശ്വാസത്താൽ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, കർത്താവേ അങ്ങയുടെ രക്തത്താൽ ഈ വക ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് പിശാച് കൊണ്ടിടുമ്പോൾ, ആമേൻ, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഇത് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. പലരും ആമേൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധി ദൈവസന്നിധി വന്ന് നിൽക്കുമ്പോൾ പിശാച് പണ്ടത്തെ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയിലേക്ക് ഇട്ടിട്ട് പറയോ, നീ പണ്ട് അങ്ങനെയല്ലായിരുന്നോ, നീ പണ്ട് ഇങ്ങനെയല്ലായിരുന്നോ, ആമേൻ, നീ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല, നീ ആരാണെന്ന് അവൻ അറിയാം. ഹല്ലേലൂയ. നീ വലിയ മിടുക്കിയൊന്നും ചമയണ്ട, നീ വലിയ മിടുക്കനൊന്നും ആകാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ആമേൻ പുറകോട്ട് പിടിക്കുന്ന, വെല്ലുവിളിക്കുന്ന ആമേൻ അനുഭവങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുകയാ. അതിനെ ജയിക്കുവാൻ ഇന്ന് രാത്രികാലം നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് സാധിക്കുകയില്ല. ഇന്ന് രാത്രി അതിനെ ജയിക്കുവാൻ ഒന്നിന് മാത്രമേ കഴിയൂ. അതിനെ ജയിക്കുന്നത് ആമേൻ യേശു കർത്താവിൻ്റെ രക്തമാ. ആമേൻ, നമ്മളെ കഴുകുന്ന രക്തം, നമ്മളെ കഴുകുന്ന രക്തം. നോക്കിക്കേ, ആമേൻ, മഹാപുരോഹിതനായ യോശുവ ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാ. അവനെ കുറ്റം ചുമത്തുവാൻ ആമേൻ സാത്താനും വന്ന് നിൽക്കുകയാ. എന്നിട്ട് അവൻ ദൈവത്തോട് പറയുക, നോക്ക്, യോശുവയുടെ മേൽ മുഷിഞ്ഞ വസ്ത്രം കിടക്കുന്നു, അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥന കേൾക്കരുത്, ആമേൻ, അവനെ വിടുവിക്കരുതെന്ന്. പക്ഷേ ഹല്ലേലൂയ, സാക്ഷാൽ ദൈവം ആമേൻ സാത്താനെ ഭർജിച്ചിട്ട് ആമേൻ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവന് വിശുദ്ധ വസ്ത്രം നൽകിയതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ അനുഭവത്തിലൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നീ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, യേശുവിൻ്റെ രക്തത്തിന് ആമേൻ നിന്നെ വിടുവിക്കുവാൻ സാധിക്കൂ. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നിന്നെ വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നതെന്നറിയാമോ? ആമേൻ, നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. ആമേൻ, വചനം പറഞ്ഞു, നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ നാമത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങൾ, ആമേൻ പഴയ ചിന്തകൾ, ആമേൻ പഴയ പണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആമേൻ പിശാച് മുമ്പിലേക്ക് കൊണ്ടുവിടുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, അത് കാരണം മുമ്പിലോട്ട് ഓടുവാൻ പറ്റാത്ത അവസ്ഥകൾ, ആമേൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകൾ ഇത് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണുന്നു. ഇത് രാത്രി കാലം നീ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചോ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പറ, കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും കഴുകണമേ എന്ന്. ആമേൻ, ഇത് ഒരു നിമിഷം കൊണ്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മാറിപ്പോകുന്ന ഒന്നല്ല. ആമേൻ, ഹല്ലേലൂയ. എന്ന് വരെ പ്രാർത്ഥിക്കണോ? ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടുന്ന സമയം വരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. കാരണം പ്രതിയോഗിയുടെ പ്രശ്നം, ആമേൻ സ്തോത്രം, അവൻ പുറകെ വരും. ഹല്ലേലൂയ. നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ പിന്നെയും കൊണ്ടുവന്ന് പഴയ ചിന്തകളിടോ, പിന്നെയും കൊണ്ടുവന്ന് പഴയ സോൾട്ടൈസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടോ. എന്നിട്ട് പറയോ, ആമേൻ അണ്ട് അങ്ങനെയല്ലായിരുന്നോ, അതല്ലായിരുന്നോ നല്ലേ, ഇതിനേക്കാളും ഭേദം അതല്ലായിരുന്നോ. അപ്പോൾ ഒരു പുതിയ ചാഞ്ചാട്ടം ഹൃദയത്തിനകത്തൊരു പുതിയ ആമേൻ ചെറിയ ചാഞ്ചാട്ടം, പഴയതിലേക്കൊന്ന് പോയാലോ, ആമേൻ സ്തോത്രം, പഴയ അക്കൗണ്ട് ഒന്ന് പരിധിയാലോ, പഴയ അക്കൗണ്ട് ഒന്ന് ആമേൻ പഴയ ഫോൺ നമ്പർ ഒന്ന് വിളിച്ചാലോ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി കാലം തിരിച്ചറിഞ്ഞോ, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ വിടുവിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കുക. ആമേൻ, ഹല്ലേലൂയ. പ്രൊവൈഡഡ് യു ബിലീവ് ഇൻ ഇറ്റ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ നീ ആശ്രയിക്കണം, യേശുവിൻ്റെ രക്തത്തിൽ നീ വിശ്വസിക്കണം. അപ്പോൾ രണ്ടാമത് ആമേൻ മഹാപുരോഹിതൻ ആ രക്തമെടുത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കുമ്പോൾ, കൃപാസനത്തിന് മീതെ തളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എന്നെയും നിന്നെയും കഴുകി ശുദ്ധീകരിക്കുന്നു. 3 ഹല്ലേലൂയ സ്തോത്രം, നമ്മെ എപ്പോഴും ആമേൻ സ്തോത്രം, നമ്മെ കഴുകുന്ന രക്തം, 3 നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ആമേൻ സ്തോത്രം. നമ്മളെല്ലാവരും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നവരാ. നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലേ, നാളെ ഞാൻ പാപം ചെയ്യത്തില്ല, ആമേൻ സ്തോത്രം, നാളെ ഞാൻ മിടുക്കനായിട്ട് ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ആമേൻ, ഈ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വെളിയിൽ എന്തിനാ വേറെ പറയുന്നു, ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ ചായ കുടിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ആമേൻ നമ്മൾ 2-3 ആൾക്കാർ കൂടി ഇങ്ങനെ സൊറ പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ആമേൻ സ്തോത്രം നമ്മളറിയാതെ ആമേൻ സ്തോത്രം ചിലപ്പോൾ കള്ളം പറഞ്ഞു പോകും, ഇല്ലേ? ആമേൻ സ്തോത്രം. അപ്പോൾ കള്ളം പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോവോ ഇല്ലയോ? ആമേൻ സ്തോത്രം. അവിടേക്കൊന്നും പോകുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, പോഷ്ക്ക് പറയുന്നു, ആരും സ്വർഗ്ഗത്തിൽ കയറത്തില്ല. ആമേൻ, അത് തമാശയ്ക്കുള്ള കള്ളമായാലും ആമേൻ വിശുദ്ധ കള്ളമായാലും സ്വർഗ്ഗത്തിൽ കയറത്തില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ കള്ളം പറഞ്ഞോ, ആമേൻ സ്തോത്രം, മാനസാന്തരപ്പെട്ടാൽ മാത്രമേ അങ്ങോട്ട് പോവുകയുള്ളൂ. അത് ചെറിയ കള്ളമായാലും വലിയ കള്ളമായാലും എന്തായാലും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആമേൻ സ്തോത്രം, നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തം, എപ്പോഴും ശുദ്ധീകരിക്കുന്ന രക്തം. എങ്ങനെ? ആമേൻ 1 യോഹന്നാനിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും
നീതിമാനുമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, ഇത് പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല. ആമേൻ. ഹല്ലേലൂയ. തെറ്റ് ചെയ്യുവാൻ പോകുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. പലപ്പോഴും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും, മോനെ നീ ചെയ്യരുത്. ആമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയരുത്, ജോ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചല്ലോ, ആമേൻ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോകരുത്. അത് തെറ്റാണ്. ആമേൻ സ്തോത്രം. കാരണം മാനസാന്തരം നമ്മുടെ കുത്തകയല്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിഞ്ഞോ, അറിയാതെ ആമേൻ സ്തോത്രം, ആമേൻ, നമ്മുടെ ജീവിതചര്യയിൽ, ആമേൻ, നമ്മുടെ ഓരോ ദിവസവുമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഹല്ലേലൂയ ജോലി മണ്ഡലത്തിൽ, ആമേൻ, പിശാച് പല വഴിയിലൂടെ നമ്മളെ കൊടുക്കുവാൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകാം, അറിയാതെ നമ്മൾ പാപം ചെയ്തു പോകാം. പക്ഷേ അടുത്ത നിമിഷം ദൈവാത്മാവ് മോനെ തെറ്റി, മോളെ തെറ്റി എന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ അടുത്ത നിമിഷം തന്നെ മുട്ടുമടക്കി വൈകുന്നേരം ആമേൻ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറയരുത്. കാരണം വൈകുന്നേരമാകും നീ അത് ചിലപ്പോൾ മറന്നുപോകും. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും അത് പിന്നത്തേതിലേക്ക് വെക്കരുത്. ദൈവാത്മാവ് പറഞ്ഞു തരുന്ന ആ നിമിഷം തന്നെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, എൻ്റെ വായ കൊണ്ട് ഞാൻ അറിയാതെ ഒരു കള്ളം പറഞ്ഞു പോയി കർത്താവേ, ഞാൻ അറിയാതെ നോക്കരുതാത്തടുത്ത് നോക്കിപ്പോയി കർത്താവേ, ഞാൻ ആമേൻ അറിയാതെ ആമേൻ വായിക്കേണ്ടത് വായിച്ചു പോയി കർത്താവേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, യേശു അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആമേൻ നീ നിശ്ചയമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം ഹല്ലേലൂയ സ്തോത്രം വീണ്ടും പിതാവിൻ്റെ സന്നിധിയിൽ യേശു അപ്പച്ചൻ എഴുന്നേക്കോ, വീണ്ടും പിതാവിൻ്റെ സന്നിധിയിൽ ആമേൻ ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ആ രക്തത്താൽ അവൻ നമ്മെ വീണ്ടും ശുദ്ധീകരിക്കും. അപ്പോൾ മൂന്നാമത് ആമേൻ മഹാപുരോഹിതൻ ആമേൻ സ്തോത്രം തളിക്കുമ്പോൾ ആമേൻ പുതിയ നിയമത്തിൽ പൊരുളായി വെളിപ്പെട്ടു. എന്ത്? നമ്മെ എപ്പോഴും ശുദ്ധീകരിക്കുന്ന രക്തം. ആദ്യം ഹല്ലേലൂയ സ്തോത്രം ഒന്നാമത് തളിച്ചപ്പോൾ എന്തായിരുന്നു? നമ്മുടെ പാപങ്ങളെ മോചിച്ച രക്തം. രണ്ട്, ആമേൻ നമ്മെ കഴുകിയ രക്തം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പഴയ ചിന്തകൾ, പഴയ കൂട്ടുകെട്ടുകൾ, ഇതിനെയൊക്കെ പൊളിച്ചു കളയുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഇന്ന് രാത്രി ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. ആമേൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ട്. ആമേൻ പഴയ കൂട്ടുകെട്ടുകളുമായി സ്ട്രഗിൾ ചെയ്യുന്ന തലമുറ ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് രക്ഷപ്പെടുവാൻ ഒന്നിനെ സാധിക്കുകയുള്ളൂ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു. പഴയ കൂട്ടുകെട്ടുകളുമായി പിശാച് ചിന്താമണ്ഡലത്തെ കീഴ്പ്പെടുത്തുവാൻ വരുമ്പോൾ, നിന്നെ ക്ഷീണിപ്പിക്കുവാൻ വരുമ്പോൾ, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ വിടുവിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, ആ പഴയ ചിന്ത കഴുകിക്കളയണമേ എന്ന് നീ വിശ്വാസത്തോടെ പറയണോ. അത് നീ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടും. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടും. മൂന്ന്, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. പാപം ചെയ്താൽ ഏറ്റു പറയണോ. ആമേൻ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല. എങ്കിലും തെറ്റിപ്പോയാൽ ഹല്ലേലൂയ സ്തോത്രം ഓടിപ്പോകേണ്ട ആവശ്യമില്ല. പിശാച് പറയും തെറ്റി, ഇനി നീ എന്നെ ദൈവം അടുപ്പിക്കുകയില്ല, ഇനി നീ ദൈവത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പിശാച് പറയുമ്പോൾ പറയണം, ഇല്ല പിശാചേ, ഞാൻ എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകൂ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. 99 വിട്ടേച്ച് ആമേൻ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെട്ട ഒന്നിനെ അന്വേഷിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ആമേൻ 99 നീതിമാന്മാരെയും മാറ്റി നിർത്തിയിട്ട് ആമേൻ ആമേൻ ആ അനുസരണക്കേട് കാണിച്ച് ഓടിപ്പോയ ആമേൻ ആ കുഞ്ഞാടിൻ്റെ പുറകെ വരുന്നൊരു നല്ല ദൈവം ഇന്ന് രാത്രി നമുക്കുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം. ആമേൻ മടങ്ങി വരണം, ദൈവസന്നിധിയിൽ മടങ്ങി വരണം, നമ്മെ ശുദ്ധീകരിക്കും. നാലാമതായിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ആമേൻ മഹാപുരോഹിതൻ ആമേൻ നാലാമത്തെ പ്രാവശ്യം കൃപാസനത്തിന് മീതെ ആ പരിശുദ്ധ രക്തം തളിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം. അതിധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പാകെ വരുവാൻ നമ്മൾക്ക് കൃപ നൽകുന്ന രക്തം. ഹല്ലേലൂയ. അതിധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പാകെ. ആമേൻ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. സ്തോത്രം. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാവോ? അപ്പാന്ന് പറഞ്ഞ അതിധൈര്യത്തോടെ കയറിച്ചില്ലെന്ന് എന്തുകൊണ്ടാണെന്നറിയാവോ? ആമേൻ ആ രക്തം നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടില്ലേ ആദ്യം ആമേൻ സ്തോത്രം പഴയ നിയമത്തിൽ ആമേൻ സ്തോത്രം മഹാപുരോഹിതൻ ആമേൻ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ ഒരിക്കലും മാത്രമേ കയറുവാൻ സാധിക്കുകയുള്ളൂ. അതും എങ്ങനെ കയറണമെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ, കാളക്കുട്ടി അറുത്ത് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, തൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, ആദ്യം സ്വന്തം പാപത്തിനും കുടുംബത്തിനും വേണ്ടി എല്ലാം ഏറ്റുപറഞ്ഞിട്ട്
തൻ്റെ ശരീരം കഴുകി ഒരു മേൽത്തരമായ വസ്ത്രം അവിടെ പറയുന്നുണ്ട്. പഞ്ഞിനൂലാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഹല്ലേലൂയ അരയ്ക്കൊരു കെട്ടൊക്കെ കെട്ടി സ്വത്രം താൻ അവിടെ ധൂപമൊക്കെ ഇട്ടിട്ട് സ്വത്രം അങ്ങനെ ഇങ്ങനെ പൊങ്ങണം എങ്കിൽ മാത്രമേ കയറുവാൻ സാധിക്കുകയുള്ളൂ. കാരണം പുകയില്ല എന്നുണ്ടെങ്കിൽ പുരോഹിതൻ ആരെ ഡയറക്റ്റ് കാണും? ദൈവ തേജസ് കാണും. കണ്ടാൽ ആ നിമിഷം അവൻ മരിക്കും. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണോ? സ്വത്രം മൊത്തം പുകയാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ധൂപവർഗം ഇട്ട് പുകയാക്കിയിട്ട് ഭയത്തോടെ ആ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു പ്രാവശ്യം കയറി ചെല്ലുന്നേ. ഇന്ന് രാത്രികാലം നമ്മൾ എത്ര ഭാഗ്യം ലഭിച്ചവരാണെന്നറിയാമോ? അതിധൈര്യത്തോടെ അപ്പാന്നും പറഞ്ഞ് അതിധൈര്യത്തോടെ കയറി ചെല്ലുന്നതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല. നമുക്ക് വേണ്ടി സ്തോത്രം ഒരു രക്തം ദൈവസന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആ രക്തം ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വന്നുപോയ ദൂഷതയോ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് വന്നുപോയ തെറ്റുകളെല്ലാം ദൈവം കണ്ണടച്ച് ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ നിമിഷം നമ്മൾ ചെയ്തത് സ്തോത്രം പിശാച് അവിടെ നിൽക്കുകയാ. അവൻ പറയും ദേ വരുന്നു കള്ളം വരുന്നു കള്ളി വരുന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയും പോടാ പിശാചേ, എൻ്റെ രക്തം ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. മാത്രമല്ല അവർ ഏറ്റു പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ കഴിഞ്ഞത് ദൈവം മറക്കും, നിശ്ചയമായി മറക്കും. എന്നിട്ട് പറയുക അതിധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കയറി വാ. എബ്രായ ലേഖനം ഹല്ലേലൂയ 9-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ആമേൻ ആമേൻ. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ 4ാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നിർജീവമായ പ്രവൃത്തികളെ പോക്കി സ്തോത്രം ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നമുക്ക് ധാരാളമായി തരും. അർത്ഥം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, ആദ്യം പറഞ്ഞു നമ്മളെ കഴുകുന്ന, രണ്ടാമത് പറഞ്ഞു നമ്മളെ കഴുകുന്ന രക്തം. ഹല്ലേലൂയ സ്തോത്രം. 4ാമതായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് നമ്മൾ എത്ര മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ സ്തോത്രം ഡിസ്റ്റർബൻസസ് പല രീതിയിൽ കയറി വരും. ഹല്ലേലൂയ. പലപ്പോഴും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഇരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ഇതാ നിർജീവ പ്രവൃത്തി. ഹല്ലേലൂയ. ദുർമനസാക്ഷി. സ്തോത്രം. ദുർമനസാക്ഷി, നല്ല മനസ്സല്ല, ദുർമനസാക്ഷി. എപ്പോഴും പറയും നീ കൊള്ളരുതാത്തവന്, നീ കൊള്ളരുതാത്തവള. സ്തോത്രം. ഹല്ലേലൂയ. നിർജീവ പ്രവൃത്തി. സ്തോത്രം. ജീവനില്ലാത്ത പ്രവൃത്തി. ഇതൊക്കെ നമ്മളെ പുറകോട്ടങ്ങ് പിൻവലിക്കും. സ്തോത്രം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എത്ര മുട്ടുമടക്കിയാലും എത്ര ഇരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ പറയും 10 മിനിറ്റ് അല്ലെ അരമണിക്കൂറായി എന്ന് പറഞ്ഞ് നമ്മൾ ചാടി എഴുന്നേക്കും. പക്ഷേ വാസ്തവത്തിൽ 2 മിനിറ്റ് പോലും വായി കാണത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഒന്ന് തിരിച്ചറിയണോ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിന്നെ നിർജീവ പ്രവർത്തികളിൽ നിന്നും ദുർമനസാക്ഷികളിൽ നിന്നും എന്നെയും നിന്നെയും വിടുവിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ രക്തമെടുത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ വണ്ടി യേശുവിൻ്റെ രക്തത്താൽ തളിക്കും. സ്തോത്രം. നമ്മുടെ വീടിന് യേശുവിൻ്റെ രക്തത്താൽ തളിക്കും. സ്തോത്രം. നമുക്കങ്ങനെ സ്തോത്രം നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാത്തിനും യേശുവിൻ്റെ രക്തത്താൽ തളിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല? യേശുവിൻ്റെ രക്തത്താൽ തളിക്കുകയില്ല. ശരിക്കും തളിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? പിശാചിന് വേണ്ട നിൻ്റെ വണ്ടിയൊന്നുമല്ല. പിശാചിന് വേണ്ടുന്നത് സ്തോത്രം നിൻ്റെ ഭൗതിക മണ്ഡലത്തിലെ നന്മയൊന്നും പിശാചിന് വേണ്ട. പിശാചിന് വേണ്ടത് എൻ്റെ നിൻ്റെ ഹൃദയമാണ്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഈ ഹൃദയം കൊണ്ടാണ് നീ ദൈവത്തെ വിശ്വസിച്ച്, ഈ ഹൃദയത്തിൽ നിന്ന് വിശ്വാസം ഉയരുന്നേ. ഹല്ലേലൂയ. ഈ ഹൃദയം സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഹൃദയം എന്താ പറയുക, സ്തോത്രം ക്ലീൻ ആയാൽ മാത്രമേ നിനക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പിശാച് സ്തോത്രം നിന്നെയും എന്നെയും വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന 1ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിൽ തളിക്കണം. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്താൽ ഹൃദയത്തിൽ തളിക്കണം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ യേശുപ്പച്ചനോട് പറയണ, കർത്താവേ അങ്ങയുടെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ മുദ്ര ചെയ്യണമേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ മനസ്സിനെ മുദ്ര ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാനിരുന്നേ, നീ വിടുതൽ തിരിച്ചറിയും. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും കാലം നിനക്ക് സാധിക്കുവാൻ കഴിയാഞ്ഞത് ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നീ കാണും. ഹല്ലേലൂയ സ്തോത്രം. നിന്നോടാണ് ഈ വചനം, എന്നോടാണെന്ന് പറയുന്നെങ്കിൽ രാത്രികാല കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിന് സ്തോത്രം നമ്മളെ വിടുവിക്കുവാൻ
സാധിക്കോ. നിർജീവ പ്രവർത്തികളെ പോക്കി ആമേൻ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നമുക്ക് തരുമോ. ആമേൻ സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണോ. എപ്പോൾ മുട്ടുമടക്കിയാലും യേശു പച്ചനോട് ആദ്യം പറയണ, കർത്താവേ നിന്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ മുദ്ര ചെയ്യണമേ, നിന്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, നിന്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും മുദ്ര ചെയ്യണമേ. കാരണം യുദ്ധം ഹൃദയത്തിനെതിരെയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ആമേൻ സ്തോത്രം കലുഷിതമാണെങ്കിൽ, നിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോടും ദൈവമക്കളോടുമാണ് പ്രസംഗിക്കുന്നത് എന്ന് കരുതുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം യേശുവിൻ്റെ രക്തത്തിന് നിന്നെ വിടുവിക്കുവാൻ സാധിക്കും. ആമേൻ. നമ്മൾ മറ്റെന്തൊക്കെ കാണിച്ചാലും, യേശുവിൻ്റെ നാമത്തിൽ അതിനെ എത്ര ശാസിച്ചാലും ആമേൻ പലപ്പോഴും അത് മാറിപ്പോവുകയില്ല. ആമേൻ സ്തോത്രം. കാരണം ആമേൻ സ്തോത്രം യേശുവിൻ്റെ രക്തത്തിന് ആമേൻ സ്തോത്രം നമ്മളെ വിടുവിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. ആമേൻ. എന്നിട്ട് പിശാച് നമ്മളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ആമേൻ സ്തോത്രം, കർത്താവിൻ്റെ രക്തമെടുത്ത് ആമേൻ സ്തോത്രം നീ വണ്ടിയെ പൂശിക്കോ, ആമേൻ സ്തോത്രം നീ അവിടെ പൂശിക്കോ, ഇവിടെ പൂശിക്കോ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇവിടെ എല്ലാം നമ്മളങ്ങ് പൂശുകയാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഒരു സഹോദരി, ആമേൻ നമുക്കെല്ലാം അറിയാവുന്ന സഹോദരിയെ, പേര് പറയത്തില്ല, ആമേൻ സ്തോത്രം, ആ സഹോദരി ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്കാരിയുടെ വണ്ടി ഹോണ്ട ആക്റ്റീവയാണ്. ആമേൻ സ്തോത്രം. അതിനകത്ത് നിന്ന് അതിൻ്റെ പുറത്തെല്ലാം ഇങ്ങനെ എണ്ണ ഒലിക്കുകയാണ്. ആമേൻ സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, സഹോദരി തന്നെ ഇങ്ങനെ മൊത്തം എണ്ണ ഒലിക്കുന്നത് വണ്ടിയുടെ പുറത്തൂടെ അല്ല. അപ്പോൾ സഹോദരി എന്നോട് പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. അത് കൂടാഞ്ഞിട്ട് ആമേൻ സ്തോത്രം ഇപ്പോൾ പ്രാർത്ഥിച്ച് അതിന് പവർ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. ആമേൻ സ്തോത്രം. ഇപ്പോൾ എണ്ണ മുഴുവൻ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തിരിക്കുക, വണ്ടിയിലങ്ങ് പൂശിയിരിക്കുക. ആമേൻ സ്തോത്രം. വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആമേൻ ഞാനും ഉണ്ട്, എന്നെ കൊണ്ടുപോയ ദൈവദാസനും ഉണ്ട്. ആ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഒരു കുടം വെള്ളം ആമേൻ സ്തോത്രം ഞങ്ങളുടെ നടുക്കോട്ട് കൊണ്ടുവച്ചു. വലിയൊരു കുടം നിറച്ച്, കലം നിറച്ച്, കുടമല്ല കലം നിറച്ച് വെള്ളം കൊണ്ടുവച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൈവദാസനെ ഇങ്ങനെ കണ്ണു നോക്കി, കർത്താവ് ഇതെന്നെ ഒരു കലത്തിൽ വെള്ളം കൊണ്ടുവച്ചല്ലോ. ഞങ്ങൾ വെള്ളം ചോദിച്ചില്ല, കുടിക്കാൻ വെള്ളം ചോദിച്ചില്ല, ആമേൻ സ്തോത്രം കുളിക്കാനും വെള്ളം ചോദിച്ചില്ല, ഒരു കലം വെള്ളം കൊണ്ടുവച്ചു. അപ്പോൾ ദൈവദാസൻ ഇങ്ങനെ എന്നെ കണ്ണ് കാണിച്ച് മിണ്ടരുതെന്ന്. ആമേൻ സ്തോത്രം. അല്പനേരം കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ദൈവദാസനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാനാ. ആമേൻ സ്തോത്രം. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാവോ? ഈ കലത്തിലെ വെള്ളത്തെ നമ്മളങ്ങോട്ട് അനുഗ്രഹിച്ചങ്ങോട്ട്, ഈ കലത്തിലെ വെള്ളത്തിൻ്റെ മേൽ ദൈവശക്തി അങ്ങോട്ട് ആവാഹിച്ചങ്ങോട്ട് കയറ്റി വിടണോ. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളങ്ങ് പോകുമല്ലോ. നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ ഇവരെ എല്ലാ ദിവസവും വെള്ളമെടുത്ത് ആമേൻ സ്തോത്രം എല്ലാ മൂലയിലും തളിക്കും. ഹല്ലേലൂയ സ്തോത്രം. അവരെന്നിട്ട് വിശ്വസിക്കുന്നതെന്നറിയാവോ? ഈ വെള്ളം തളിച്ചു, ഇനി ഇതുവഴി പിശാച് എന്ത് ചെയ്യത്തില്ല, പോക്കുവരത്ത് ചെയ്യത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ എണ്ണയായി, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം യേശുവിൻ്റെ രക്തവും എടുത്ത് ആമേൻ സ്തോത്രം അവിടെ ഇവിടെ എല്ലാം മുദ്ര ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ നിന്റെ വണ്ടിയെ മുദ്ര ചെയ്ത് പിശാചിന് ഒരു പ്രശ്നവും ഇല്ല. നീ മുദ്ര ചെയ്തു, എത്ര വേണമെങ്കിലും മുദ്ര ചെയ്തു. ആമേൻ സ്തോത്രം. അതൊന്നും അല്ല കാര്യം. യേശുവിൻ്റെ രക്തമെടുത്ത് നിന്റെ ഹൃദയത്തെ മുദ്ര ചെയ്യണം. രാത്രി യേശുവിൻ്റെ രക്തം ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണ്ടേ. യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തെ മുദ്ര ചെയ്യണ്ടേ. യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തെ മുദ്ര ചെയ്യുമ്പോൾ പിശാചിനറിയാം, കളി മാറി. ആമേൻ. ഹല്ലേലൂയ. തലം മാറി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുവാൻ ഇത്രയും കാലം പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത നീ ഇന്നു മുതൽ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. നീ വിടുതൽ കാണും. ഹല്ലേലൂയ. നീ വിടുതൽ കാണും. ഹല്ലേലൂയ. 5 മിനിറ്റ് അല്ല, 10 മിനിറ്റ് അല്ല, അരമണിക്കൂറല്ല, ആമേൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കും. യേശുവിൻ്റെ രക്തമെടുത്ത് നിന്റെ ഹൃദയത്തെ മുദ്ര ചെയ്. യേശുവിൻ്റെ രക്തമെടുത്ത് നിന്റെ ഹൃദയത്തെ മുദ്ര ചെയ്. ആമേൻ. തുടങ്ങുമ്പോൾ ആമേൻ ഒന്ന് മുദ്ര ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ചിന്തകൾ കയറി വരുമ്പോൾ പിന്നെയും യേശുവിൻ്റെ രക്തത്താൽ ഹൃദയത്തെ മുദ്ര ചെയ്. ആമേൻ. അങ്ങനെ നീ മുദ്ര ചെയ്യുമ്പോൾ നീ അറിയാതെ സമയങ്ങൾ മാറിപ്പോകുന്നത്, നീ അറിയാതെ ദൈവ സാന്നിധ്യം, നീ അറിയാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീ അടുത്തു ചെല്ലുന്നതായിട്ട് നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. വേഗത്തിൽ കടന്നു പോകട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. അഞ്ചാമതായിട്ട് യേശുവിൻ്റെ രക്തമെടുത്ത് ആമേൻ കൃപാസനത്തെ തളിക്കുമ്പോൾ ആമേൻ സ്തോത്രം എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവിക വാഗ്ദത്തങ്ങളെ ആമേൻ സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മളെ അവകാശിയാക്കുന്ന രക്തം. വചനം വായിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രവൃത്തിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു, പരിച്ഛേദനക്കാരെന്നും പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമത്തിന് അന്യരും പരദേശികളും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. അപ്പോൾ 5-ാമത് മഹാപുരോഹിതനായ
ആ രക്തമെടുത്ത് അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം പുതിയ നിയമത്തിൽ യേശു വിളിച്ചു പറയുക, ആമേൻ സ്തോത്രം, ഒരു കൂട്ടം ജനം വരും. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് പാരമ്പര്യം പറയാനില്ല. ആമേൻ. അവർക്ക് അബ്രഹാമിക വാഗ്ദത്തങ്ങളെ ആമേൻ സ്തോത്രം അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ആമേൻ. പക്ഷേ ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞു, ആമേൻ സ്തോത്രം, നമ്മൾ ഇന്ന് രാത്രി അബ്രഹാമിന്റെ മക്കളെന്ന് അവകാശം പറയുന്നെങ്കിൽ, അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളെയൊക്കെ ആമേൻ ദൈവത്തെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആമേൻ, അതിന്റെ പിമ്പിലുള്ള രഹസ്യം എന്നാണെന്നറിയാവോ? ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ വാഗ്ദത്തങ്ങൾക്ക് ദൈവം നമ്മളെ അവകാശികളാക്കി തീർത്തു. അപ്പോൾ ഇന്ന് രാത്രികാലം അഞ്ചാമതായിട്ട് പുരോഹിതൻ തളിച്ചപ്പോൾ, ആമേൻ സ്തോത്രം, ആ രക്തം ഇന്ന് രാത്രി ദൈവമക്കളോട് പറയുക, ദൂരസ്ഥരായിരുന്ന നമ്മൾ, ആമേൻ, ഈ ഇസ്രായേൽ പൗരത്വത്തോടോ ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളുമായിട്ടോ യാതൊരു അവകാശവും നമുക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാത്രികാലം അതിധൈര്യത്തോടെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ആമേൻ ഒക്കെ കൂടെ നമ്മളും കയറി നിന്നിട്ട് പറയുക, ഈ വാഗ്ദത്തം ഞങ്ങൾക്കുമുള്ളതാ. കാരണം എന്നാണെന്നറിയാവോ? ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ടല്ല, ഞങ്ങൾക്ക് ഹല്ലേലൂയ രക്തപാരമ്പര്യം ഒന്നും പറയാനില്ല. പക്ഷേ ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി അവന്റെ അവസാനത്തുള്ളി രക്തവും ഒഴുക്കി. ഹല്ലേലൂയ. ആ രക്തം ആമേൻ ഞങ്ങളെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാക്കി തീർത്തത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോടൊപ്പം ആമേൻ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ആമേൻ അല്പം കൂടി പറയാനുണ്ട്. ആമേൻ സ്തോത്രം. നമ്മളോട് ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവസന്നിധിയിൽ അരുളി ചെയ്യുമ്പോൾ അതിന് സാക്ഷി നിൽക്കുന്ന ഒരു കാര്യം ഒരുവനുണ്ട്. അതിന് സാക്ഷി നിൽക്കുന്ന ഒന്നുണ്ട്. അത് യേശുവിന്റെ രക്തമാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനും നീയും മറന്നാലും ആമേൻ നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തം ദൈവം മറക്കാത്തതിന് കാരണം അവിടെ രക്തം സാക്ഷി നിൽക്കുന്നത് കൊണ്ടാ. ഇന്ന് രാത്രി നാം അത് മറന്നു പോകരുത്. ആമേൻ. എത്ര വലിയ വാഗ്ദത്തങ്ങൾ അത് എത്ര കഴിഞ്ഞു പോയാലും ഇന്ന് രാത്രികാലം നീ അതൊന്ന് തട്ടി ആമേൻ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് പറ, യേശുവേ, നിന്റെ രക്തം സാക്ഷി നിന്നതല്ലേ? എന്നോട് പ്രവാചകൻ പ്രവചനം പറഞ്ഞപ്പോ അതിന് സാക്ഷി നിന്ന് ഒന്നുണ്ട്, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മളെ അവകാശികളാക്കിയെന്ന് മാത്രമല്ല, യേശുവിന്റെ രക്തം നമ്മളോടുള്ള ഓരോ പ്രവചനത്തിനും സാക്ഷിയാ. ഇന്ന് രാത്രികാലം അത് ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കേ. യേശുവിന്റെ രക്തം വാഗ്ദത്തങ്ങളെ അവകാശമാക്കി തരൂ. യേശുവിന്റെ രക്തം ആമേൻ ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കി തരൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ രക്തത്താൽ നിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കി പ്രാർത്ഥിക്കേ. ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സാക്ഷ്യം നിൽക്കുന്ന രക്തം. ആമേൻ സ്തോത്രം. ഭൂമിയിൽ 3 പേരുണ്ട് സാക്ഷ്യം നിൽക്കുന്നത്. ആമേൻ. ആത്മാവും ജലവും രക്തവും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ യേശുവിന്റെ രക്തം എന്നെയും നിന്നെയും മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് പഴയ നിയമത്തിൽ പെസഹ ആചരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഉമ്മരപ്പടിമേൽ ആമേൻ ആമേൻ കുഞ്ഞാടിന്റെ രക്തം പൂശണോ. അപ്പോൾ സംഹാരകൻ കടന്നു പോകും. ആമേൻ. എവിടെയൊക്കെ രക്തം പൂശിയിരിക്കുന്നത് കണ്ടുവോ ആമേൻ അവിടെ നിന്ന് സംഹാരകൻ എന്ത് ചെയ്യും? മാറിപ്പോകൂ. ഇത് രാത്രി സംഹാരകൻ നമ്മളെ തൊടാത്തതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ മിടുക്ക് കൊണ്ടോ ആമേൻ ഹല്ലേലൂയ നമ്മുടെ കൈകൊട്ടിന്റെ ബലം കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാ? രക്തത്താൽ നമ്മളെ മറച്ചിരിക്കുന്നത് കൊണ്ടാ. ആമേൻ. സാക്ഷ്യം പറയോ. സംഹാരകൻ അടുത്ത് വരുമ്പോ രക്ത സാക്ഷ്യം പറയോ. തൊടരുത്. ഹല്ലേലൂയ. ഇതെന്റെ മകനാ. ഹല്ലേലൂയ. ഇതെന്റെ മകളാ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയോ. 7 ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പിശാചിനെ ജയിക്കുന്ന രക്തം. 7ാമത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. മഹാപുരോഹിതൻ ആ കൃപാസനത്തിന്റെ മേൽ രക്തം തളിക്കുമ്പോൾ ആ രക്തം ഇങ്ങനെ വിളിച്ചു പറയുന്നു. നിഴൽ അങ്ങ് ചെയ്തപ്പോൾ പൊരുൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ട് ജയിച്ചു. ആരെ? പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ സ്തോത്രം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം മെസ്സേജ് മനസ്സിലായി എന്ന് ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പിശാചിനെ ജയിക്കുന്ന രക്തം. 7ാമതായിട്ട് പിശാചിനെ ജയിക്കുന്ന രക്തം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ആമേൻ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താലും ജയിച്ചു. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം എവിടെയൊക്കെ നീ പ്രാർത്ഥിക്കുമോ, എവിടെയൊക്കെ നീ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമോ, എവിടെയൊക്കെ നീ യേശുവിന്റെ രക്തത്തെ മുറുകെ പിടിക്കുമോ അവിടെ പിശാച് വിറയ്ക്കും. കാരണം എന്താണെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ. എബ്രായ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ആമേൻ ഹല്ലേലൂയ തൻ്റെ മരണത്താൽ ആമേൻ ഹല്ലേലൂയ ജീവപര്യന്തം ആമേൻ മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വിട്ടുപിച്ചു. പിശാചിന്റെ അടിമകളായിരുന്ന നമ്മെ വിട്ടുപിച്ചത് യേശുവിന്റെ രക്തമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ പിശാചിന് നിൽക്കുവാൻ സാധിക്കത്തില്ല.
യേശുവിൻ്റെ രക്തം നീ എവിടെയൊക്കെ തളിക്കുമോ, യേശുവിൻ്റെ രക്തം ആമേൻ സ്തോത്രം എവിടെയൊക്കെ തളിക്കുമെന്ന് പറയുമ്പോൾ കാണുന്നിടത്തെല്ലാം തളിക്കാനല്ല, നിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഹൃദയത്തിൽ നിന്റെ മനസ്സിൽ ഹല്ലേലൂയ നിന്റെ ആത്മാവിൽ നീ തളിക്കുമ്പോൾ പിശാചിന് അടുക്കു വരുവാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ തടയുന്ന പൈശാചിക മണ്ഡലോ ആമേൻ ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ. കാരണം യേശുവിൻ്റെ രക്തം അവനെ ജയിച്ചതാ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിന് ആമേൻ സ്തോത്രം പിശാചിനെ ജയിക്കുവാനുള്ള ശക്തിയുണ്ട്. ആമേൻ. കാരണം ഹല്ലേലൂയ സ്തോത്രം ജീവപര്യന്തം ആമേൻ നമ്മളെ അടിമകളാക്കി വെക്കാമെന്ന് അവൻ വിചാരിച്ചേ, പക്ഷേ അവനെ തകർത്തത് യേശുവിൻ്റെ മരണമാ. യേശുവിൻ്റെ രക്തം ഒഴുക്കിയാ നമ്മളെ രക്ഷിച്ചത്. ഇത് രാത്രി ആ യേശുവിൻ്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുന്ന രക്തം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല, പിന്നെയോ കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താല we have been redeemed by the precious blood of Jesus Christ. Hallelujah. Not by hallelujah gold. Amen. Hallelujah. Not by silver. Hallelujah. ഈ ലോകത്തിലെ ഒന്നും കൊണ്ടല്ല, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് രാത്രി കാലം നമുക്ക് ഒരുമിച്ച് ആമേൻ നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ് കർത്താവേ. ദൈവകൃപ ഈ ജനത്തിന്റെ മേൽ പകരണമേ. യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തി ആമേൻ ഹല്ലേലൂയ ജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഈ ജനത്തിന്റെ ഹൃദയത്തെ ആമേൻ മനസ്സിനെ ആത്മാവിനെ ശരീരത്തെ ഞാൻ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ കർത്താവേ. യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ആമേൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സകലരുടെ ജീവിതത്തിലും ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തി ആമേൻ ഞങ്ങൾ കാണട്ടെ. ആമേൻ ആ മഹത്വം ആമേൻ ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. രാത്രി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ. ആമേൻ.